ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ വടക്കുന്നാഥനിലാണ്. വടക്കുന്നാഥനിലെ ചില കാഴ്ചകൾ കാണാൻ, അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണാൻ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നത്. ഈ അമ്പലം നമ്മൾ സ്ഥിതി ചെയ്യുന്നത് സത്യൻ സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ടാണ്. ഇതൊരു റൗണ്ടിൽ ഏകദേശം ഒരു 70 ഏക്കറിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഒരു അടിപൊളി ലുക്കാണ് കാണാൻ തന്നെ. പിന്നെ ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1400 വർഷം പഴക്കമുണ്ട്. പെരുന്തച്ഛൻ്റെ കാലത്താണിത് പണി കഴിപ്പിച്ചെന്നൊക്കെ പറയപ്പെടുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം പുരാവസ്തു ഗവേഷണം നടത്തിയപ്പോൾ ഒരു ചരിത്ര സ്മാരകമായിട്ടാണിത് പറയപ്പെടുന്നത്. അത്രയ്ക്കും ഫേമസ് ആണ് ഈ അമ്പലം. പിന്നെ ഗൈസ്, ഈ അമ്പലത്തിലെ പ്രതിഷ്ഠകൾ 5 ഉണ്ട്. മെയിനായിട്ട് ഇവിടെ ശിവനാണ് കൂടുതലായിട്ടും ആരാധിക്കുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ 4 ഡോറുകളുണ്ട്. അത് 4 ഡോറുകളും നല്ല അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആണ് കാണാൻ തന്നെ. പിന്നെ ഫ്രണ്ടിൽ കണ്ടില്ലേ നല്ല ഹൈറ്റിലുള്ള വിളക്കാണ് ഇവിടെ. ഫ്രണ്ടിൽ തന്നെ ഒരു ആൽമരമൊക്കെ നിൽക്കുന്നുണ്ട്. ലുക്കാണ് തന്നെ കാണാൻ. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല വലിയ മതിലുകളാണ്. ഇത്രയും നല്ല ഒരു അടിപൊളി സെറ്റപ്പാണ് തൃശ്ശൂരിൻ്റെ ഈ അമ്പലത്തിനുള്ളത്. പിന്നെ ഈ ഭാഗത്ത് ദേവസ്വത്തിൻ്റെ ആനയൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്കവിടെ കയറി കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ആ ഭാഗത്താണ്. പിന്നെ ഇവിടെ തേക്കിൻകാട് മൈതാനത്തിൻ്റെ ചില കാഴ്ചകൾ നമുക്ക് ഇനി കാണാം. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഈ ക്ഷേത്ര പരിസരത്ത് ഒരുപാട് മരങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല ആൽമരങ്ങൾ കംപ്ലീറ്റ്. നല്ല തണലാണ് ഈ വശത്തൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ നടന്നിട്ട് ഇതിൻ്റെ മെയിൻ പൂരം നടക്കുന്ന കുടമാറ്റമൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവയാണ് മെയിൻ പൂരം ഇവിടെ വെച്ചാൽ നടത്താറൊക്കെ. കുടമാറ്റമൊക്കെ അതാ അവിടെ സ്ഥലത്തും. നല്ല അമ്പലത്തിൻ്റെ ഒരു ഡിപ്പന്നെ കാണാനില്ലേ. നല്ല അടിപൊളി ലുക്ക തന്നെ കാണാൻ. പിന്നെ ചുമരുമ്പോൾ കുറേ ചിത്രപ്പണികളുമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് മെയിനായിട്ട് ഇത് പൂക്കളൊക്കെ ഇടാറ്. വലിയ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ളൊരു അത്തകളായിരിക്കും. പിന്നെ ഇവിടെ എന്താ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ജയസൂര്യയുടെ പടമൊക്കെ ഒരു ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ. നല്ലൊരു വൈബാണ് ഇവിടെ. പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഇരിക്കാൻ തന്നെ. ഒരുപാട് പേര് ഇവിടെ ചീട്ട് കളി അങ്ങനെ ഒരുവിധം കളികളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ പൈസ വെച്ചിട്ടുള്ള കളിയൊന്നുമല്ല. നമുക്കിനി അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. പിന്നെ ആചാരങ്ങൾ കുറേ അമ്പലത്തിലുണ്ട്. കറക്റ്റായിട്ട് നമുക്കൊന്നും അറിയില്ല. നമുക്ക് അറിയേണ്ടതാണ് പറയുന്നത്. ഗൈസ്, ഇതാണ് തേക്കിൻകാട് മൈതാനത്തിൻ്റെ ചില കാഴ്ചകൾ. നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. കണ്ടില്ല, നല്ല അടിപൊളി വൈബായിട്ട് നിൽക്കണം. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളിതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. ഫ്രണ്ടിലത്തെ ഡോറുണ്ടല്ലേ, നല്ല അടിപൊളി
കൊത്തുപണി ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ. കുറേയൊക്കെ ഇങ്ങനെ കേടുപാട് വന്ന് പോയിട്ടുണ്ട്. എൻ്റെ സൈഡിൽ കണ്ടിട്ടൊരു വലിയൊരു ആൽമരമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ വടക്കുന്നാനെ പറ്റിയിട്ട് ഇതൊക്കെ പറയാനുള്ളത് മെയിനായിട്ടുള്ളത്. അപ്പോൾ അടിപൊളി വൈബാണ് അമ്പലം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.